Hello, welcome back to Sani's Cuisine. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇത്തളോട് കൂടിയ കക്ക കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ ക്ലീൻ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് കക്ക ഞാനിവിടെ അടുത്ത് ജംഗ്ഷനിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 3-4 കിലോ ഉണ്ടാവും. ഒരു കിറ്റിന് 100 രൂപക്ക് വാങ്ങിയതാണ്. ഇത് ഞാൻ ഒരു ദിവസം മൊത്തം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ കക്ക തന്നെ അതിലുള്ള അഴുക്കുകൾ കുറച്ച് പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ നന്നായിട്ടൊന്ന് തിരുമ്മി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വേറൊരു കലത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ കലത്തിൻ്റെ ഒരു 1/4 ഭാഗം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്തിനാത്? ഇതെന്തിട്ട് ഇത്? കക്ക ഞണ്ടല്ലേ ഇത്, കക്ക. ഇത്ര വെച്ചിട്ട് നമുക്ക് നിർത്തി കൊടുക്കാം. കാര്യം ഇത് പുഴുങ്ങി വരുമ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1/4 ഭാഗം വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് അടപ്പത്താണ് വെക്കുന്നത്. അടപ്പത്ത് ഒരു 10 മിനിറ്റ് മതി അതൊന്ന് തിളച്ച് പൊങ്ങി വരാനായിട്ട്. ഗ്യാസ് അടപ്പ് ആകുമ്പോൾ ഒരു 20-25 മിനിറ്റ് എടുക്കും അതൊന്ന് തിളക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ കക്ക ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കക്കയൊക്കെ നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഷെല്ലൊക്കെ ഓപ്പണായി അതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഊരി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കക്ക പുഴുങ്ങാൻ വെക്കുമ്പോൾ അടപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാര്യം നമുക്ക് പെട്ടെന്ന് പുഴുങ്ങി കിട്ടും. ഗ്യാസ് അടപ്പ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും പുഴുങ്ങി വരാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കക്കയും കൂടി ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ എല്ലാ കക്കയും ദേ ഇവിടെ പുഴുങ്ങി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഷെല്ലൊക്കെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇറച്ചിയും പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കക്കയിറച്ചി മാത്രമായിട്ടൊന്ന് പെരക്കി മാറ്റാം. ഞാനിത് മേടിച്ചപ്പോൾ ഒരു 3-4 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കക്കയിറച്ചി മാത്രമായിട്ട് പെരക്കി മാറ്റുമ്പോൾ അതിൽ നിന്നൊരു 1/2 കിലോൻ്റെ അടുത്തേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതേ കക്കയിറച്ചിയിൽ ഇതുപോലെ അഴുക്കുണ്ടാവും. അതൊന്ന് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് കളയാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് കേട്ടോ ഇത്. ചില സൈഡിലൊന്നും ഇതങ്ങനെ ക്ലീനാക്കി കാണാറില്ല. അല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ കക്കയിറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കക്ക പുഴുങ്ങാൻ വെച്ച സമയത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഊരി വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കളയേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് ഉള്ളിയും ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കക്കയിറച്ചി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ടേക്ക് കെയർ ആൻഡ് സീ യു.